മഞ്ഞൾ വിരിഞ്ഞ പൂവിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രതിഭ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ ചിത്തിര പറയുന്നുണ്ട്, പേടിപ്പിക്കുവാണോ? ഞാനിപ്പോൾ +2 പഠിക്കുന്നത്, UP സ്കൂളിലല്ല. അന്ന് നിങ്ങൾ എന്നെ ഉപദ്രവിക്കാൻ നോക്കിയിട്ടും ഒന്നും നടന്നിട്ടില്ല. പിന്നെയല്ലേ ഇപ്പോൾ പഴയതൊക്കെ മറന്ന് സ്വസ്ഥമായിട്ട് ജീവിക്കുക ഞാനും എൻ്റെ അച്ചമ്മയും. നിങ്ങളായിട്ട് ആ സ്വസ്ഥത നശിപ്പിക്കരുതെന്ന് ചിത്തിരയും. നശിപ്പിച്ചാൽ അച്ചമ്മയ്ക്ക് തന്നെ അതിൻ്റെ കേട്. നന്നാവാൻ നോക്കച്ചമ്മയെന്ന് പറയുന്നുണ്ട് നിരഞ്ജനയും. തുടർന്ന് സൈമണിനോടായിട്ട് നിനക്കെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ എന്ന് പറയുമ്പോൾ അതിന് നല്ലതേത് ചീത്തയേന്ന് ഇവൻ അറിയണ്ടേന്ന് പറയുന്നുണ്ട് ചിത്തിര. ഹരി വന്ന് മാപ്പ് പറഞ്ഞല്ലോ, നമ്മൾ തമ്മിലുള്ള പ്രശ്നം അതോടെ തീർന്നു. പിന്നെ എന്തെങ്കിലും പറഞ്ഞ് കുത്തിപ്പൊക്കാനാണ് ഭാവമെങ്കിൽ ഞാനൊന്ന് മൂളിയാൽ മതി. ഹരി പറന്നു വരും. കൊല്ലാൻ പറഞ്ഞാൽ കൊന്നേച്ചും വരുന്ന ഇന അവൻ. അത് മറക്കണ്ടാന്ന് ഓർമ്മപ്പെടുത്തിയതിനു ശേഷം നിരഞ്ജനയെയും കൂട്ടിക്കൊണ്ട് പോവാണ്ട ചിത്തിര അവിടെ നിന്നും. ചിത്തിര പോയതിനു ശേഷം പ്രതിഭ പറയുന്നുണ്ട്, അഞ്ജനയും മല്ലികയും കൂടിയതാ ഇവളെ സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് ചിത്തിര പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം നിരഞ്ജനയാണെങ്കിൽ പുസ്തകം കയ്യിൽ പിടിച്ച് ഉറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ചിത്തിര നിരഞ്ജനയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഉറക്കം വരുന്നുണ്ടെങ്കിൽ പോയി കട്ടിലിൽ പോയി കിടക്കുമെന്ന് പറയുന്നതും പെട്ടെന്ന് തന്നെ ഞെട്ടി ഉണർന്ന് ഞാൻ ഉറങ്ങുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് നിരഞ്ജന. എന്താണെന്നറിയില്ല, ബുക്ക് കണ്ടാൽ തന്നെ അപ്പോൾ ഉറക്കം വരും. നമ്മളിതൊക്കെ എന്തിനാ പഠിക്കുന്നത്? അപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ ഞാൻ സയൻസ് ഗ്രൂപ്പ് എടുക്കുന്നില്ല. അപ്പോൾ നിനക്കായിരുന്നു നിർബന്ധം എന്നൊക്കെ നിരഞ്ജന പറയുമ്പോൾ ചിത്തിര പറയുന്നുണ്ട്, അത് പിന്നെ നീ വേറെ ഏതെങ്കിലും ഗ്രൂപ്പ് എടുത്താൽ നമ്മൾ രണ്ട് ക്ലാസ്സിലായി പോവില്ലേ? നീ എപ്പോഴും എൻ്റെ അടുത്ത് വേണം. നീ അടുത്തില്ലെങ്കിൽ എന്തോ ഒരു കുറവുള്ളത് പോലെ തോന്നും എനിക്കെന്ന് പറയുമ്പോൾ അത് ശരിയാ, എനിക്കും അങ്ങനെ തന്നെയാണെന്ന് പറയുന്നുണ്ട് നിരഞ്ജനയും. തുടർന്ന് നീ പഠിച്ച് വലിയ IAS ആവുമ്പോൾ എന്നെ നീ നിൻ്റെ സെക്രട്ടറി ആയിട്ട് നിയമിച്ചാൽ മതി. യെസ് മേഡം എന്നൊക്കെ പറഞ്ഞ് ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് നിരഞ്ജന. അപ്പോൾ ചിത്തിര അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എന്നാ കിടക്കാൻ വന്നതെന്ന് പറഞ്ഞുകൊണ്ട് നിരഞ്ജന ചിത്രയെ വിളിക്കുമ്പോൾ എനിക്ക് ഫിസിക്സ് കൂടി പഠിക്കാനുണ്ടെന്ന് ചിത്തിര പറയുന്നതും അമ്മേ ഫിസിക്സോ? ആരാണാവോ ഈ ഫിസിക്സൊക്കെ കണ്ടുപിടിച്ചത്? എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാകാത്ത വിഷയമാണ് ഫിസിക്സ്. ഈസ് വെരി ടഫ് എന്ന് നിരഞ്ജന പറയുന്നതും നിനക്കെന്താ മനസ്സിലാവുന്നതെന്ന് തിരിച്ചു ചോദിക്കുന്നുണ്ട് ചിത്തിര. അപ്പോൾ നിരഞ്ജന പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാവില്ല. ഞാൻ പഠിക്കാൻ വേണ്ടി ജനിച്ചവളല്ല, പഠിക്കാൻ വേണ്ടി ജനിച്ചത് നീയാ. ചിത്തിര IAS എന്ന് നിരഞ്ജന പറയുന്നതും അങ്ങനെ ഒരു ദിവസം വരുമായിരിക്കും അല്ലേ നീരു? ഞാൻ കളക്ടറായിട്ട് ചാർജ് എടുക്കുന്ന ഒരു ദിവസം എന്ന് ചിത്തിര പറയുമ്പോൾ എന്താ സംശയം? അങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടിയല്ലേ ഞങ്ങളെല്ലാവരും കാത്തിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് നിരഞ്ജന. അച്ചമ്മയ്ക്ക് ഞാൻ കൊടുക്കുന്ന ഗുരുദക്ഷിണ അതായിരിക്കും IAS. ചിത്തിര IAS ഡിസ്ട്രിക്ട് കളക്ടർ എന്ന് പറയുന്നുണ്ട് ചിത്തിര. അപ്പോൾ നിരഞ്ജന +2 PI2 ഡിസ്ട്രിക്ട് കളക്ടർ എന്ന് നിരഞ്ജനയും പറയുമ്പോൾ അപ്പോൾ നീ ഡിഗ്രിക്ക് പോകണില്ലേ എന്ന് ചോദിക്കുന്ന ചിത്തിരയോട്. പോകണമെന്നുണ്ട്, അതിന് ആദ്യം +2 പാസ്സാവണ്ടേന്ന് ചോദിക്കുമ്പോൾ എടി പഠിക്കുകയും ചിത്തിര പറയുന്നതും ഉറക്കം വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നിരഞ്ജന അവിടെ ഒന്നും എഴുന്നേറ്റ് പോവുകയാണ് ചെയ്യുന്നത്. ചിത്തിരയാണെങ്കിൽ പഠനം തുടരാണ് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് ചേച്ചി കിടക്കുന്നില്ലെന്ന് ശ്രീജ വന്നിട്ട് മല്ലികാമ്മയോടായിട്ട് ചോദിക്കുമ്പോൾ കിടന്നാലും ഉറക്കം വരുന്നു എനിക്ക് തോന്നുന്നില്ല, ഓരോരോ ടെൻഷൻസാ ഓരോ ദിവസവും എന്ന് പറയുന്നുണ്ട് മല്ലികാമ്മ. തുടർന്ന് മാർഷൽ ആർട്സ് വല്ലതും പഠിച്ചിട്ടുണ്ടോ? ഈ കരളിയോ കരാട്ടയോ അങ്ങനെ വല്ലതും എന്നൊക്കെ മല്ലികാമ്മ ചോദിക്കുന്നതും ഇല്ല എന്ന് ശ്രീജ മറുപടി പറയുന്നതും ഇനിയുള്ള കാലം നമ്മൾ സ്ത്രീകൾ നിർബന്ധമായിട്ടും മാർഷൽ ആർട്സ് പഠിച്ചിരിക്കണം. അതൊക്കെ എപ്പോഴാണ് ആവശ്യം വരാൻ നമുക്ക് പറയാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് മല്ലികാമ്മ. ചേച്ചി ഇപ്പോൾ ഇത് പറയാൻ എന്താ കാരണം? ചേച്ചി ആരെങ്കിലും ശല്യം ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ശ്രീജ ചോദിക്കുമ്പോൾ എന്നെയോ ശല്യം ചെയ്യാനോ? അങ്ങനെ വരുന്നവന്മാരെ മിക്സിക്കിട്ട് പൊടിച്ച് വാഴയ്ക്ക് വളമായിട്ട് കൊടുക്കും ഞാനെന്ന് പറയുന്നുണ്ട് മല്ലികാമ്മ. തുടർന്ന് പറയുന്നുണ്ട് ശ്രീജ, ഈ പിള്ളേർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടായേക്കുക. പിള്ളേരുടെ പ്രായം അറിയാലോ. ഇനി ഇതിനെ തുടർന്ന് എന്തൊക്കെയാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് ആർക്കറിയാം? ഈ സൈമൺ എന്നവനെ വളർത്തുന്നത് ആരാണെന്ന് അറിയാലോ? പ്രതിഭയാണ്. ഇവൾ അവരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കുമെന്നാണ് ഇപ്പോൾ എൻ്റെ പേടി എന്നൊക്കെ മല്ലികാമ്മ പറയുമ്പോൾ എന്ത് ചെയ്യിപ്പിക്കുമെന്ന് തിരിച്ച് ചോദിക്കുന്നുണ്ട് ശ്രീജ. അപ്പോൾ മല്ലികാമ്മ പറയുന്നുണ്ട്, എന്താ ചെയ്യാൻ പാടില്ലാത്തത്? പത്രത്തിൽ ഓരോ ദിവസം വരുന്ന വാർത്തകൾ വായിക്കുമ്പോൾ ചങ്ക് പൊട്ടുക. എൻ്റെ ചിത്തുവിനെ ഒന്നും പറ്റരുത്, അവൾ IAS എടുക്കണം എന്നൊക്കെ മല്ലികാമ്മ പറയുമ്പോൾ അതൊക്കെ ആവും ചേച്ചിന്ന് ശ്രീജ പറയുന്നതും ഇങ്ങനെ വെറുതെ വാക്കൊണ്ട് പറഞ്ഞാൽ പോരാ, അതിനുള്ള പണിയും നമ്മൾ ചെയ്യണം. ശ്രീജ, കുട്ടികൾ എന്ന് പറയുന്നത് ചെടികൾ പോലെയാണ്. നമ്മൾ വളർത്തുന്നത് പോലിരിക്കും അവർ തരുന്ന ഫലവും. വെള്ളവും വളവും മാത്രം കൊടുത്താൽ പോരാ, നല്ല പ്രൊട്ടക്ഷനും കൊടുക്കണം. കീടങ്ങൾ വരുന്നുണ്ടെങ്കിൽ സമയാസമയത്ത് അതിനെ മരുന്നടിച്ച് ഇല്ലാണ്ടാക്കണം. കാറ്റത്ത് ചാഞ്ഞു പോവാൻ സാധ്യതയുണ്ടെങ്കിൽ വീഴാതിരിക്കാൻ ഒരു വടി കൊടുക്കണം. ചുരുക്കത്തിൽ നമ്മുടെ ശ്രദ്ധ പോലിരിക്കും അവരുടെ വളർച്ചയും. അല്ലാതെ 24 മണിക്കൂറും അമ്മമാർ മൊബൈലിലും കുത്തിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ മക്കളുടെ പാട്ടിന് പോകുന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മല്ലികാമ്മ. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രീജ ചോദിക്കുന്നതും അതുകൊണ്ട് നേരത്തെ എഴുന്നേറ്റ് റെഡിയായി കൊള്ളണം. ചിത്തു അറിയാതെ നമ്മൾ പിന്തുടരണം. പ്രൊട്ടക്ഷൻ. ആ പയ്യനുണ്ടല്ലോ സൈമൺ, അവൻ എന്തെങ്കിലും പ്രതികാരം ചെയ്യാൻ വന്നാൽ നമ്മൾ കയറി ഇടപെടണം. നീ ഒന്നും ചെയ്യണ്ട, എല്ലാം ഞാൻ ഒറ്റയ്ക്ക് നോക്കിക്കൊള്ളാമെന്ന് പറയുന്നുണ്ട് മല്ലികാമ്മ.
ചിത്തുവിന് ഇഷ്ടാവോ അങ്ങനെ ഫോളോ ചെയ്യുന്നതും ശ്രീ ചോദിക്കുന്നതും. കൊള്ളാം, അവളോട് അനുവാദം ചോദിച്ചിട്ടാണോ നമ്മൾ ചെയ്യുന്നത്? അതെ, അവളുടെ പ്രായമറിയാലോ, കൗമാരം, ടീനേജ്. നമ്മൾ എന്ത് പറഞ്ഞാലും അതിനെ എതിർക്കാൻ തോന്നുന്ന ഒരു പ്രായമാണത്. കുറച്ച് ബുദ്ധി പ്രയോഗിക്കേണ്ടി വരും അവരെ നേർവഴി നടത്താൻ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. എങ്കിൽ പോയി റെഡി ആയിക്കോ, നാളെ രാവിലെ കാണാം എന്ന് പറഞ്ഞ് ശ്രീജയെ അവിടുന്ന് പറഞ്ഞു വിടുകയാണ് കേട്ടോ മല്ലികാമ്മ. ശേഷം മല്ലികാമ്മ ഉറങ്ങാനൊരുങ്ങുകയാണ് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് ചിത്തിരിയും നിരഞ്ജനയും കൂടി സ്കൂളിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അതേസമയം മല്ലികാമ്മയാണെങ്കിൽ അവരറിയാതെ അവരെ ഫോളോ ചെയ്ത് കൊണ്ട് പുറകെ തന്നെ ഉണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ചിത്തിരക്ക് തങ്ങളെ ആരോ ഫോളോ ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ മല്ലികാമ്മയാണെങ്കിൽ ചിത്തിരി ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നത് കാണുമ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ മാറി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് ചിത്തിരിയോടായിട്ട് നീ എന്താ നോക്കുന്നതെന്ന് നിരഞ്ജൻ ചോദിക്കുമ്പോൾ നമ്മളെ ആരോ ഫോളോ ചെയ്യുന്നത് പോലെ ഒരു സംശയമുണ്ടെന്ന് ചിത്തിര പറയുന്നതും നിനക്ക് തോന്നിയതായിരിക്കും എന്ന് പറയുന്നുണ്ട് നിരഞ്ജന. അപ്പോൾ ചിത്തിര പറയുന്നുണ്ട് തോന്നിയതൊന്നുമല്ല എന്ന് പറയുന്നുണ്ട്. മല്ലികാമ്മയാണെങ്കിൽ വീണ്ടും അവരെ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിത്തിര പറയുന്നുണ്ട് നമ്മളെ ഫോളോ ചെയ്യുന്നത് ശത്രുവല്ല മിത്രമാണ്, അത് ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ടെന്ന് ചിത്തിര പറയുന്നതും നീ എന്താ പറയുന്നത് നിരഞ്ജന ഒന്നും മനസ്സിലാവാത്ത മട്ടിൽ ചോദിക്കുമ്പോൾ എടി അച്ചമ്മ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എടി അച്ചമ്മയോ നിരഞ്ജനം ചോദിക്കുമ്പോൾ അതേന്ന് പറയുന്നുണ്ട് ചിത്തിര. തുടർന്ന് പതുക്കെ ഒന്ന് നിരഞ്ജനയോട് തിരിഞ്ഞു നോക്കാൻ പറയുമ്പോൾ മല്ലികാമ്മയെ ശരിക്കും അവർ കാണുന്നുണ്ട് കേട്ടോ. അച്ചമ്മ എന്തിനാ നമ്മുടെ പുറകെ വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട് നിരഞ്ജന. അപ്പോൾ ആർക്കറിയാം, അതൊന്നും നല്ല ശീലമല്ല, ഈ വരവ് ഇന്നത്തോടെ നിർത്തുമെന്ന് ചിത്ര നിരഞ്ജനയോടായിട്ട് പറയുന്നുണ്ട്. മല്ലികാമ്മയാണെങ്കിൽ അവരുടെ പുറകെ നടന്ന് ക്ഷീണിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നോക്കുന്നതും ചിത്രയെയും നിരഞ്ജനയും അവിടെ എവിടെയും കാണുന്നില്ല. തുടർന്ന് അവരെവിടെ പോയി എന്ന് ആശങ്കയോടെ നോക്കി നിൽക്കുമ്പോൾ രണ്ടുപേരും മുന്നിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ അവരെ കാണുന്നത് മല്ലികാമ്മ വല്ലാതെയാവുന്നുണ്ട്. അച്ചമ്മ ആരെയാണ് നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പശു എന്നൊക്കെ ഇങ്ങനെ പരിഭ്രമത്തോടെ പറയുന്നുണ്ട് കേട്ടോ മല്ലികാമ്മ. അപ്പോൾ അച്ചമ്മ പശു വളർത്തലും തുടങ്ങിയോ ചോദിക്കുമ്പോൾ കയറ് പൊട്ടിച്ച ഒരു പശു ഇതുവഴി ഓടിപ്പോകുന്നത് കണ്ടു എന്നൊക്കെ മല്ലികാമ്മ പറയുമ്പോൾ യൂണിഫോം ഇട്ട പശുവാണോ അതോ ഇടാത്ത പശുവാണോ നിരഞ്ജൻ ചോദിക്കുമ്പോൾ അത് ഞാൻ ശ്രദ്ധിച്ചില്ല, ചുമ്മാ ആക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മല്ലികാമ്മ അവരോടായിട്ട്. തുടർന്ന് അച്ഛമ്മ എന്തിനാണ് ഞങ്ങളുടെ പുറകെ വന്നതെന്ന് ചോദിക്കുമ്പോൾ ആര് വന്നു എന്ന് മല്ലികാമ്മ തിരിച്ച് ചോദിക്കുമ്പോൾ നുണയൊന്നും പറയണ്ട, എന്താ ഉദ്ദേശമെന്ന് ചിത്തിര വീണ്ടും ചോദിക്കുമ്പോൾ നിന്നെ പ്രതി ഇവിടെ ഒരു പ്രശ്നം നടക്കല്ലേ, അതുപോലെ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ എന്ന് മല്ലികാമ്മ പറയുമ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് തന്നെ പറയുന്നുണ്ട് ചിത്തിര. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ എന്ന് മല്ലികാമ്മ വീണ്ടും പറയുമ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അതൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറയുന്നുണ്ട് ചിത്തിരയും. തുടർന്ന് അപ്പോൾ പ്രൊട്ടക്ഷന് വേണ്ടിയാണല്ലേ, എന്നാൽ പിന്നെ പറയണ്ടേ, അപ്പോൾ ഒരുമിച്ച് നടക്കാലോ എന്നൊക്കെ ചിത്ര പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടാവില്ല എന്ന് വിചാരിച്ചു എന്ന് മല്ലികാമ്മ പറയുന്നതും എനിക്കിഷ്ടായില്ല, ഒരു പ്രൊട്ടക്ഷന് വേണ്ട, ഞങ്ങൾ കൊച്ചു കുട്ടികളൊന്നുമല്ല, 8ാം ക്ലാസ് മുതൽ കഴിഞ്ഞ വർഷം വരെ ഞാൻ കരാട്ടെ പഠിച്ചത് വെറുതെയാണെന്നാണ് അച്ചമ്മ വിചാരിച്ചത്, ആരെയെങ്കിലും എന്തെങ്കിലും പ്രശ്നമായിട്ട് വന്നാൽ ഇടിച്ച് പപ്പടമാക്കും ഞാൻ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര കരാട്ടക്കാരിയായിട്ട് ആ സൈമൺ കയ്യിൽ കയറി പിടിച്ചപ്പോൾ നീ എന്താ ഒന്നും തിരിച്ച് ചെയ്യാതിരുന്നത് മല്ലികാമ്മ തിരിച്ച് ചോദിക്കുമ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ടാ, മനഃപൂർവ്വമാണ് എന്ന് പറയുന്നുണ്ട് ചിത്തിര. എനിക്കാരുടെയും ഒരു പ്രൊട്ടക്ഷൻ്റെയും ആവശ്യമില്ല, ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങൾക്കറിയാം, അച്ചമ്മ തിരിച്ചു പൊക്കോന്നൊക്കെ പറയുന്നുണ്ട് ചിത്തിര മല്ലികാമ്മയോടായിട്ട്. അപ്പം മല്ലികാമ്മ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുമ്പോൾ അച്ചമ്മ തിരിച്ചു പോയില്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് സ്കൂളിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചിത്തിര ഒരേ നിൽപ്പ് തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് മല്ലികാമ്മയാണെങ്കിൽ അവിടെ നിന്ന് പോവാൻ തുടങ്ങുമ്പോൾ മല്ലികാമ്മയെ സമാധാനപ്പെടുത്തിക്കൊണ്ട് ഒരു കുഴപ്പവും ഇല്ല എന്ന് പറയുന്നുണ്ട് ചിത്തിര. ശേഷം 2 പേരും മല്ലികാമ്മയ്ക്ക് ഉമ്മയൊക്കെ കൊടുത്തുകൊണ്ട് അവർ സ്കൂളിലേക്ക് പോവാണ്ട് ചെയ്യുന്നത്. അതിനുശേഷം കാണിക്കുന്നത് ടീച്ചറുടെ വീട്ടിലെത്താൻ ചിത്തിര. എന്നിട്ട് ടീച്ചറോടായിട്ട് പറയുന്നുണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു എന്തായാലും IAS ഞാൻ പോകുന്നത്, അപ്പോൾ പിന്നെ ഡിഗ്രിക്ക് സയൻസ് ഗ്രൂപ്പിൽപ്പെട്ട സബ്ജക്റ്റ് തന്നെ എടുക്കണം എന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മാത്സ് നിനക്ക് എളുപ്പമല്ലേ എന്ന് ടീച്ചർ ചോദിക്കുന്നതും എന്നാൽ പിന്നെ ഞാൻ എക്കണോമിക്സിലേക്ക് മാറിയാലോ എന്ന് ചോദിക്കുമ്പോൾ നിൻ്റെ ഇഷ്ടം, +2 കഴിയുമ്പോൾ നീ നേരെ ഡൽഹിക്ക് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം, അവിടെ ഡിഗ്രിയും ചെയ്യാം IAS കോച്ചിങ്ങും ചെയ്യാം, നല്ല സ്ഥാപനങ്ങൾ ഉണ്ടവിടെ, അതിൻ്റെ ഗുണം നിനക്ക് തന്നെയല്ലേ കിട്ടുന്നതെന്നൊക്കെ ടീച്ചർ പറയുമ്പോൾ ഇതെല്ലാം കേൾക്കുന്ന ചിത്രിയാണെങ്കിൽ ഇതെന്നോട് പറഞ്ഞു, അച്ചമ്മയോടൊന്നും പറഞ്ഞേക്കല്ലേ, കേൾക്കേണ്ട താമസം, അച്ചമ്മ ഡൽഹി ടിക്കറ്റ് എടുക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടീച്ചർ അത് നല്ലതല്ലേ എന്ന് ചോദിക്കുമ്പോൾ നല്ലതൊക്കെ ആയിരിക്കും, പക്ഷേ നാട് വിടാൻ വയ്യ ടീച്ചറെ, എനിക്ക് ഇവിടെ നിന്ന് പഠിച്ചാൽ മതി, ഇവിടെ നിന്ന് പഠിച്ചും ആൾക്കാർ IAS എടുക്കുന്നുണ്ടല്ലോ, അതുപോലെ ഞാനും എടുത്തോളാം എന്നൊക്കെ പറയുമ്പോൾ നിന്നെ ഈ നാട്ടിൽ പിടിച്ചു നിൽക്കുന്നത് നിൻ്റെ അച്ചമ്മയല്ലേ, അച്ചമ്മയും ഡൽഹിക്ക് വന്നാലോ, കൂടെ നിരഞ്ജനയും വരും, പിന്നെന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ടീച്ചർ. എന്നാലും വേണ്ട ടീച്ചറെ, അത് ശരിയാവില്ല എന്ന് തന്നെ പറയുന്നുണ്ട് ചിത്തിര. അതിനുശേഷം ചിത്തിര ടീച്ചറോടായിട്ട് ഒരു സംശയം ചോദിക്കുന്നുണ്ട്, വയസ്സാകും തോറും ആളുകൾക്ക് പക്വത കൂടുകയാണോ അതോ കുറയുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ആരെ ഉദ്ദേശിച്ചാൽ നീ ഇത് ചോദിച്ചതെന്ന് ടീച്ചർ തിരിച്ച് ചോദിക്കുമ്പോൾ എൻ്റെ അച്ചമ്മ തന്നെയാണ് പ്രതി, എൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി ഞാൻ അറിയാതെ എന്നെ ഫോളോ ചെയ്യുന്നു, അത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ അത് ശരിയാണെന്ന് തന്നെ പറയുന്നുണ്ട് ടീച്ചർ.
അച്ചമ്മയ്ക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. ഇഷ്ടം പ്രൊസസീവ് ഉണ്ടാക്കും. അങ്ങനെയുള്ളവർ ഇങ്ങനെയൊക്കെ ചെയ്യും എന്ന് പറയുമ്പോൾ ചിത്തിര വീണ്ടും പറയുന്നുണ്ട്. എന്നാലും വേണ്ട ടീച്ചറെ, എന്നെ നോക്കാൻ എനിക്കറിഞ്ഞൂടെ. അച്ചമ്മയെ കാണുമ്പോൾ ടീച്ചറോടൊന്ന് ഉപദേശിക്കാനൊക്കെ പറയുന്നുണ്ട് ചിത്തിര. അതിനുശേഷം കാണിക്കുന്നത് ചിത്തിരയും നിരഞ്ജനയും ക്ലാസ് കഴിഞ്ഞ് പോകുന്ന വഴി നെറ്റി പൊട്ടിയിരിക്കുന്ന ഒരു പയ്യനെ കൂട്ടുകാരെല്ലാവരും ചേർന്നിട്ട് തലയിൽ ഡ്രസ്സൊക്കെ ചെയ്ത് കൊടുക്കുന്ന കാഴ്ച കാണാൻ കേട്ടോ. അപ്പോൾ ചിത്രയാണെങ്കിൽ ഇതെന്ത് സംഭവിച്ചതാണെന്ന് ചോദിക്കുമ്പോൾ തല്ലിയതാണെന്ന് പറയുന്നുണ്ട് സൈമൻ. ആ ഡ്രഗ്സ് വിൽക്കാൻ നടക്കുന്നവർ നമ്മുടെ സ്കൂളിലെ പിള്ളേരെ നശിപ്പിക്കാൻ നോക്കുകയാണ് അവർ. ദിവസവും ഓരോന്ന് പറഞ്ഞ് അടുത്ത് കൂടും. മിഠായി തരും, സിഗരറ്റ് തരും, എല്ലാം മറ്റേതാ മരുന്ന് എന്നൊക്കെ കുട്ടികൾ ചിത്രയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവൻ അവരെ ചോദ്യം ചെയ്തു. അതുകൊണ്ടാണ് അവരിവനെ അടിച്ചത്. കൊല്ലും എന്നാണ് ഭീഷണി എന്ന് സൈമണും പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേൾക്കുന്ന ചിത്തിര അവരിപ്പോൾ എവിടെയുണ്ടെന്ന് ചോദിക്കുന്നതും ഒഴിഞ്ഞു കിടക്കുന്ന ആ കാട് പോലെയുള്ള സ്ഥലമില്ലേ, അതാണ് അവരുടെ സ്ഥിരം താവളം എന്ന് പറയുന്നുണ്ട് സൈമൺ. ഉടനെ തന്നെ ചിത്തിര നമുക്ക് അങ്ങോട്ട് പോവാമെന്ന് പറഞ്ഞ് എല്ലാവരെയും വിളിക്കുകയാണ്. പക്ഷേ സൈമൺ എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ പഠിക്കുന്ന ഒരുത്തനെ പുറത്തുള്ള ഒരാൾ തല്ലിയാൽ നമ്മൾ കയ്യും കെട്ടി നോക്കിയിരിക്കണമെന്നാണോ എന്ന് പറയുമ്പോൾ സൈമൺ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവർ ഭയങ്കര ക്രിമിനൽസാണ്. അവരുമായിട്ട് മുട്ടാൻ നമ്മൾ വിചാരിച്ചാൽ പറ്റില്ല എന്ന് പറയുമ്പോൾ ചിത്തിര പറയുന്നുണ്ട്. നിനക്ക് പേടിയുണ്ടെങ്കിൽ അത് പറ. നാളെ എനിക്കും നിനക്കുമൊക്കെ ഇതേ അനുഭവങ്ങൾ ഉണ്ടാവും. ഡ്രഗ്സ് വിൽക്കുക എന്നത് ഒരു തലമുറയെ തന്നെ നശിപ്പിക്കുന്നതിന് തുല്യമാണ്. മയക്കുമരുന്ന് കഴിച്ച് നശിക്കാനല്ലല്ലോ, നമ്മൾ പഠിക്കാനല്ലേ വരുന്നതെന്ന് പറയുന്നുണ്ട് ചിത്തിര. അപ്പോൾ നിരഞ്ജനിയാണെങ്കിലും പേടിയോട് കൂടി എന്നാലും തിരിച്ചു തല്ലണമെന്നൊക്കെ പറയുന്നതും ഞാൻ എന്തായാലും പോവാൻ തീരുമാനിച്ചു, കൂടെ വരാൻ ധൈര്യമുള്ളവർക്ക് കൈ പൊക്കാന്നൊക്കെ ചിത്തിര പറയുന്നത് കേട്ട് എല്ലാവരും കൈ പൊക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കാണുന്ന ചിത്തിര ഇതാണ് ഐക്യപത്യം മഹാബലം എന്ന് പറഞ്ഞ് എല്ലാവരും ഒത്തൊരുമിച്ച് അവിടേക്ക് പോവുകയാണ്. ഇവിടെ ഡ്രഗ്സ് ടീം ആണെങ്കിൽ ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിൽ മദ്യപിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരുടെ മുമ്പിലേക്ക് ചിത്തിരയും മറ്റുള്ളവരും എത്തുമ്പോൾ കുട്ടികളെ കാണുന്ന അവർ എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇവരെ തല്ലിയതെന്ന് ചിത്തിര ചോദിക്കുമ്പോൾ ഉടനെ തന്നെ ടീമിലുള്ള ഒരാൾ അത് ചോദിക്കാൻ നീ ആരാണെന്ന് തിരിച്ച് ചോദിക്കുന്നതും ചിത്തിര ഞങ്ങളുടെ സ്കൂൾ ലീഡറാണെന്ന് നിരഞ്ജനയും സ്കൂളിൽ ഒരു കുട്ടിയെ പുറത്തു നിന്ന് ആരെങ്കിലും വന്ന് തല്ലിയാൽ ചോദിക്കാനുള്ള അധികാരം ചിത്തിരക്കുണ്ട് എന്ന് സൈമണും പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഡ്രഗ്സ് ടീമിൽ ഒരാൾ അപ്പോൾ പക പോക്കാൻ ഇറങ്ങിയതാണല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും കൂടി ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിത്തിര പറയുന്നുണ്ട്, ചിരിക്കേണ്ട, ഞങ്ങൾ വിചാരിച്ചാലും പലതും നടക്കും. നിങ്ങൾ ഇവനോട് മാപ്പ് പറയണം. ഇവൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ക്യാഷ് നിങ്ങൾ കൊടുക്കണം. അതിലും പ്രധാനം നിങ്ങൾ മേലാൽ ഈ സ്കൂൾ പരിസരത്ത് വന്നു പോകരുത് എന്നൊക്കെ പറയുമ്പോൾ ഡ്രഗ്സ് ടീമിൽ ഒരാൾ ഇതൊക്കെ പറയാൻ നീ ആരടി, ജില്ലാ കളക്ടറാണോ എന്ന് പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ കളക്ടറാകും, ഇപ്പോൾ അല്ല, പിന്നെ അതിൻ്റെ ഒരു റിഹേഴ്സലാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് കൂട്ടിയാൽ മതി. ഇനി നിങ്ങൾ ആരെങ്കിലും സ്കൂൾ പരിസരത്ത് കണ്ടാൽ എന്ന് പറയുമ്പോൾ കണ്ടാൽ നീ എന്ത് ചെയ്യുന്നു തിരിച്ച് അവർ ചോദിക്കുമ്പോൾ അത് കാണുമ്പോൾ മനസ്സിലാക്കിയാൽ മതി. പറഞ്ഞ 3 വ്യവസ്ഥകളും പാലിച്ചിരിക്കണം. അതോടൊപ്പം നിങ്ങൾ ഇവനോട് മാപ്പ് പറയണം എന്ന് കൂടി ചിത്തിര പറയുമ്പോൾ മാപ്പ് പറയാനോ, അത് ഞങ്ങൾ മരിക്കണം മോളെ, അടിച്ചോടിക്കട എല്ലാവരെയും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ ചേർന്ന് കുട്ടികളെ അടിച്ചോടിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. പക്ഷേ ചിത്തിര പറയുന്നുണ്ട് ഇത് ഇവിടം കൊണ്ടൊന്നും തീരില്ല എന്ന് മുന്നറിയിപ്പ് കൊടുക്കുന്ന ചിത്രയെയും കാണിച്ചു കൊണ്ടാണ് കേട്ടോ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അങ്ങനെ മഞ്ഞിൽ വിരിഞ്ഞ പൂവിൻ്റെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള നല്ല അടിപൊളി എപ്പിസോഡുകളൊക്കെ ആയിരിക്കും കേട്ടോ ഇനി വരാനിരിക്കുന്നത്. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. താങ്ക്